ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 1 2 3. നമ്മൾ കളിക്കാൻ പോകുന്നത് ഐസ്ക്രീം ഗെയിം 2 ആണ്. നേരെ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. അതിൻ്റെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. തടിച്ച ചെക്കാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതാക്കിയത്, മറ്റേ രക്ഷപ്പെടുത്തിയത്. പ്രാവശ്യം എന്താ സ്റ്റോറി എന്നൊക്കെ അറിയില്ല. വോയിസ് കണ്ട ഇവിടെ എന്തോ ഉണ്ട്, സ്ക്രീൻ ഷോട്ട് ഉണ്ട്. വീണിതാ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെടുത്തിയ ചെക്കനും ഉണ്ട്. പിന്നെ ഇവിടെ മറ്റേ ഐസ്ക്രീം ഉറക്കി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മിക്സി ഗൈസ് ആ ചെക്കൻ തന്നെ ഓനെ രക്ഷപ്പെടുത്തിയുണ്ട്. പിന്നെ ഒരു ചെക്കനും കൂടി ഉണ്ട്, ഒരു കണ്ണായി. അതാരാന്നറിയില്ല. പെണ്ണും ആരാന്നറിയില്ല. ഗൈസ് ഫോട്ടോ കണ്ട പെണ്ണില്ലേ, പെണ്ണ് നമ്മളെ ജെ എന്ന ഗൈസ് വിളിക്കുന്നത്. നമ്മളെ ഷോർട്ട് ഫോം ഈ ചാർലിനെ അനിയത്തിയാണ്. ചാർലിനൊപ്പം നമുക്ക് രക്ഷപ്പെടുത്തിയ അതിൻ്റെ പേര് ചാർലി. ആ ചെക്ക ആ പെണ്ണിനെ ഐസ്ക്രീംകാരൻ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ജബ്ബാർക്ക് പിടിച്ചിനി. അവിടെ നോക്കണ്ട ഗൈസ്, സ്ലിംഗ് ഷോട്ടാണ് എടുക്കാനും കഴിയുന്നില്ല ഗൈസ്. നമുക്ക് ഇവിടുന്ന് പുറത്ത് ചെയ്യാൻ വെറുതെ ബെഡിൽ ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇതിൽ പിരിച്ച ബെഡ്ഷീറ്റാണ് നമ്മളെ കൈ വന്നിട്ടുണ്ട് ഗൈസ്. അതിന് കഴിഞ്ഞ പ്രാവശ്യം കയറാണ് ഗൈസ്, ഇപ്രാവശ്യം ബെഡ്ഷീറ്റാണ് ഗൈസിൻ്റെ. ഈ പട്ടിക്കൂട്ടിൻ്റെ ഉള്ളിൽ പൊളിക്കണം ഗൈസ്, പട്ടിക്കൂട്ടിൻ്റെ ഉള്ളിൽ. ഇപ്പം അങ്ങനെയാണ് ഗൈസ്. അയാളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ഒരു കട്ട് സീന് വരും ഗൈസ്. അയാളിങ്ങനെ കീഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് വന്നിട്ട് അയാളെ കീശന്ന് ഈ മാപ്പ് വീണ്. ഇപ്രാവശ്യം ഇല്ല ഗൈസ്. എന്തായാലും ഇപ്പം അയാൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പിടിക്കണ്ടേ ഗൈസ്. മാപ്പ് അവിടെ കൊണ്ടേക്കണ്ടേന്ന്. ഇയാളാണെങ്കിൽ മറ്റേ സ്ലോ മോഷൻ നടത്തും. വേഗം വാ മാപ്പ് ഇവിടെ കൊണ്ടേക്കട്ട്. അയാൾ പോയാ ഗൈസ്. ഇവനെന്ത് വീരപ്പം ഓടുന്ന പോലെ ഓടുന്നത് ഗൈസ്. നമ്മൾ ആരും കണ്ടിട്ടില്ലേ, ഒളിച്ചത് ആരും കണ്ടിട്ടില്ലേ. നമ്മ പേടിച്ച്, അയ്യോ അമ്മ പേടിച്ച് എന്താടാ എന്ത് ഭയങ്കര സ്പീഡ് കേട്ടോ ഇപ്പോൾ, ഭയങ്കര സ്പീഡ്. നമ്മ ഓടിപ്പോയിട്ട് ഒളിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഗൈസ്. ഇങ്ങും വരെ കണ്ടിനാ. ചെക്കനെ ഭയങ്കര ബുദ്ധിയാണ്, ആരും കണ്ടിട്ടില്ല ഒളിക്കുന്നത്. അങ്ങനെ ഗൈസ് ഇവിടെ മാപ്പ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ മുമ്പ് നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുത്ത് ഒന്ന് പൂശണ്ടേ ഗൈസ്. ആടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല ഒളിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടിനി ആ ചെക്കൻ്റെ മറ്റേ ഐസ്ക്രീമിൻ്റെ കൊമ്പാടെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നു. മറ്റേ സ്റ്റിക്കില്ലേ ആടെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല ഗൈസ്. പാവച്ചൊക്കെ ഇവിടെ വിളിച്ചിട്ടും കാര്യമില്ല. ഇതിനെ നമുക്ക് സ്റ്റാളിൽ പോവാം ഗൈസ്. ആ സ്റ്റാളിൽ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തൊരു കട്ട് സീന്, മാർച്ച് 1954. എന്താ സ്റ്റോറി? ഇതാരാന്ന് ഗൈസ്? വള്ളിയിട്ട് ഇവരെന്തെല്ലോ പറയുന്നുണ്ട് ഗൈസ്. നമ്മളെല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള തടിച്ചിട്ടാണോ ഫാദർ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കൊടുത്തതിന് ശേഷം തടിച്ചത്. ചെക്കൻ എന്തെങ്കിലും പറയണ്ടാണ്. അപ്പോൾ സ്റ്റാളിലെത്തിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെ ഐസ്ക്രീം കടക്കാരൻ എത്തിയിട്ടുണ്ടാകും. ഇവിടെ ഇതിട്ടാൽ ഇപ്പോൾ ഐസ്ക്രീംകാരൻ വരും. വേഗം വാ ഐസ്ക്രീംകാരുടെ കസാല ഒന്നും കേട്ട് ഗൈസ്. ഐസ്ക്രീം കടക്കാരൻ എത്തി. ഓടി ഗൈസ്. ഇപ്പം പോയിട്ട് വായി പോയിട്ട് കയറണ്ടേ ഗൈസ്. സ്പീഡിൽ ഓടാല ഗൈസ്. ഇനി ബാക്കിൽ നിന്ന് വരുന്നുണ്ടോ നോക്കേണ്ടത്. ബാക്കിൽ വരുന്നുണ്ട് ഗൈസ്. ഇവന് ഒളിച്ച് കൊക സീന്. ഇങ്ങനെ നേരത്തെ കണ്ടില്ല, ആരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒളിക്കല്. അങ്ങനെ ഇടി ഒളിച്ചെന്നാൽ പെടും. കാരണം ഇത് ചെറിയൊരു മാപ്പാണ്. കണ്ട ഗൈസ്, അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടാ. ഞാൻ ആരും കണ്ടിട്ടില്ല ഒളിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചില്ല കണ്ട ഒളിച്ചിരിക്കുന്നുണ്ടാ ആടാ.
പക്ഷേ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ഭയങ്കര സീനാവും. കാരണം എന്താന്ന് പെട്ടെന്ന് എഴുതാൻ വരുന്നതില്ല. ഇത് ചെറിയൊരു മാപ്പാണ്. ബാക്കി എല്ലായിടത്തും കുറച്ച് വലിയ മാപ്പൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് ഭയങ്കര ചെറിയ മാപ്പാണ് ഗൈസ്. അതുകൊണ്ട് ഒളിച്ചിരിക്കുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം ഒളിച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇപ്രാവശ്യം ഒളിച്ചിരിക്കുന്ന പരിപാടിയുണ്ട്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ തുറന്നപ്പോൾ പ്ലെയർ ഇട്ടിട്ടുണ്ട് ഗൈസ്. നേരെ കണ്ട ഇതാണ്ട് കുഴപ്പം, ചെറിയ മാപ്പിൻ്റെ നേരെ വൈകി ചെന്ന് കൊടുത്തില്ലേ ഗൈസ്. പരിചയം കണ്ട് നമുക്കൊരു ലൈഫ് കിട്ടും. അങ്ങനെ വേണം ഗൈസ്. വേണ്ട ഗൈസ്, വേണ്ടാലോ. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഫ്രിഡ്ജിനുള്ളിൽ പൂട്ടിയിടലിന്നെ ഗൈസ്. നമ്മൾ മഞ്ഞക്കുപ്പായിട്ടിട്ട് കണ്ട വീട്ടിലല്ലേ ഗൈസ്. വീട് നട്ട് നമുക്ക് ചാവി എൻ്റെ കിട്ടും. അങ്ങനെയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായേ ഗൈസ്. വീടിനൊന്നുമില്ലല്ലോ, ആ ബോക്സിലൊന്നുമില്ല ഗൈസ്. അതെ വീടല്ലേ ഞാൻ ഇപ്പോൾ തപ്പി അടിയിൽ നോക്ക് ഗൈസ്. ചാവിട്ട് ഗൈസ്. മോന് ഉറങ്ങി ഗൈസ്. കറക്റ്റ് പ്ലെയർ എടുത്ത് തന്നെ വന്നിട്ടില്ല ഗൈസ്. കണക്കാണ് മോന് ഉറങ്ങി. ഇപ്പം നമുക്ക് പറ്റിയ സമയമാണ് ഗൈസ്, പറ്റിയ സമയമാണ്. കാരണം പൊളിച്ചിക്കൊന്നും ചെയ്യില്ല ഓന്. നമുക്ക് ഓൻ്റെ അടിയിൽ എന്തോ ഞാൻ കണ്ടിനി. അവൻ കിടക്കുന്നതിൻ്റെ അടിയിലില്ലേ, ഞാൻ എന്തോ കണ്ട പോലെ ഉണ്ട്. നോക്കണം, ചിലപ്പോൾ ഇതിനെ കൊണ്ടുള്ള കളിയിരിക്കും ഗൈസ്. പേടിയാണ് ഗൈസ്, പേടിയാണ്. പെട്ടെന്ന് ഓണം എണീക്കൂടാ, അതാണ് പ്രശ്നം ഗൈസ്. ഞാൻ എണീപ്പിച്ചിട്ടുണ്ടോന്ന് ഗൈസ്. ഓൻ വരുന്നുണ്ട്. ബിലാൽക്ക എന്നും പറയും, നമ്മൾ ജബ്ബാർ എന്നും പറയും. രണ്ടും നമ്മളുടെ പേരൊന്നും തന്നെയാണ്. ജബ്ബാർ വരുന്നുണ്ട്. ജബ്ബാർ കാരണം ഇവൻ്റെ നടത്തത്തിൻ്റെ സ്റ്റൈലൊന്നുമല്ല, അത് ബിലാൽക്കൻ്റെ നടത്തത്തിൻ്റെ സ്റ്റൈലാണ് ഗൈസ്. ഇവ വീണ്ടും വന്ന് ഞാൻ കണ്ട ഓനെ ഉറങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഒളിച്ചു നിന്നിട്ട് ഉറങ്ങുന്നവരെ കാത്തുന്നതാണ്. എന്നിട്ട് എടുക്കുമ്പോൾ ഓനെ എണീച്ച്. ഇനി അവിടുന്ന് നമുക്ക് അവിടെ എന്തോ ഒരു വള്ള സാധനം കിട്ടീനി ഗൈസ്. എന്തോ ഞാൻ ശരിക്കും നോക്കിയിട്ടില്ലേ. അതിനെ കൊണ്ട് എന്താ കളിയൊന്നും അറിയില്ല. നമുക്ക് 2 ലൈഫേ ഉള്ളൂ. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മൂലൊക്കെ കാണാം ഒരു *2. അതിൻ്റെ അർത്ഥം 2 ലൈഫേ ഉള്ളൂ എന്നാണ് ഗൈസ്. ഓനിപ്പോൾ എവിടെയോ ഞാൻ ഒളിച്ചു നിന്ന് കുറേ നേരം. എന്നിട്ടിപ്പോൾ ഓന് എവിടെയോ പോയിട്ടുണ്ട്. അക്കോടെ അറിയാൻ പോയിട്ടുണ്ട്. അതേ സമയം നേരെ സർക്കസിലേക്കാണ് പോകുന്നത്. സർക്കസിൽ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഭയങ്കര വണ്ടിയിൽ ട്രിപ്പ് ചെയ്തിരിക്കുന്ന ബിലാൽക്കാണ് ഇപ്പോഴത്തെ. ബിലാൽക്കല്ല ഗൈസ്, ജബ്ബാർ. ഇപ്രാവശ്യം ഭയങ്കര തിരിക്കുന്ന ജബ്ബാറിനെല്ലാം നമുക്ക് കിട്ടിപ്പോയി. എന്താ ചെയ്യുക ഗൈസ്. ഇവിടെ എന്താ നോക്കാൻ കഴിയാത്തേ. ജബ്ബാർ പീഡടിയും ഉണ്ട് എന്തോ. നമുക്ക് ഇവിടെ എന്താ കളിയൊന്നറിയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ചെയ്യാം. മെഴുകുതിരി അമ്മതേ കൈമ പിടിച്ചിനി പൈസ ഒന്ന് ഉള്ളിലിട്ടെ. മെഴുകുതിരിയാണ് ഗൈസ്, വള്ളസാധനം ഞാൻ പറ്റില്ല. അത് മെഴുകുതിരിയാണ്. അവിടെ ക്യാൻഡിൽ നിന്ന് ഇപ്പോൾ കാണിച്ചിനി എടുക്കുമ്പോൾ ആടുന്ന് മറ്റേ സ്റ്റാളിന്ന് ഗൈസ്. ജബ്ബാർ അങ്ങനെ വരുന്നുണ്ട്. ഓൻ്റെ നടത്തത്തിൻ്റെ സ്റ്റൈലും കൊണ്ട് ബിലാലിൻ്റെ സ്റ്റൈലാണ്. പക്ഷേ ഓൻ വരുമ്പോഴൊക്കെ നമ്മൾ അവിടെ തപ്പിക്കയ്യും. നമുക്ക് ഇവിടെ തപ്പാം, പക്ഷെ ഇവിടെ തപ്പാൻ കഴിയില്ല ഗൈസ്. അപ്പൊക്കെ ഓൻ വരും. ഓൻ ആണെന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ചേച്ചി വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഓൻ കാണും. ഇപ്പോൾ കണ്ട് ഗൈസിൻ്റെ നമുക്ക് ഇപ്പുറത്തേക്ക് തപ്പാം, കുറച്ച് അങ്ങോട്ട് തപ്പാം. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ല ഓന് എടുത്തുമ്പോൾ ഏടല്ല പോകുന്നത്. ഓനെ നോക്കിക്കോണം നമുക്ക് തപ്പാം ഗൈസ്. ഓനവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബാക്കിൽ പോയിട്ട് ഇതും കൂടി തപ്പാം ഗൈസ്. എന്തെല്ലോ കാണിക്കുന്നുണ്ട് ബിലാന്ന്. അതെന്താന്ന് വെച്ചാൽ എവിടെയുള്ള സാധനമെല്ലാം അവിടത്തേക്ക് ഏരോമാർക്ക് കാണിക്കും. അതൊന്നും നമുക്ക് അയച്ചില്ല. നമ്മൾ പണ്ടേ പ്ലെയർ അല്ലേ. പ്ലെയറൊന്നല്ല ഗൈസ്, ഞാൻ വെറുതെ അറിഞ്ഞത് ഗൈസ്. ഇവിടെ ബിലാൽക്കുണ്ടാ? ആടെ ബിലാൽക്കുണ്ട്. ബിലാൽക്ക് നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കണം. എന്നിട്ട് നമുക്ക് ആടത്തെ വേസ്റ്റ് ബിന്നിൽ തപ്പണം ഗൈസ്. ആടത്തുള്ള വേസ്റ്റ് ബിന്നിൽ തപ്പാൻ ബിലാൽക്ക ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ വായി പോകുന്നത് ഗൈസ്? നമുക്ക് ആ പ്ലാൻ ജസ്റ്റ് മാറ്റിയാണ്.
നമുക്ക് ഇവിടുത്തെ ഇത് നോക്കാം. കാരണം നമ്മളെ മുന്നിലല്ലേ ഉള്ളത്, ബാക്കിൽ നിന്ന് പിടിക്കാൻ ആരും ഇല്ലല്ലോ ഗൈസ്. ചങ്ങായി വരുമ്പോഴൊക്കെ ഞാൻ കണ്ടേ ഇവിടുന്ന് വെറുതെ തപ്പിയതാണ്. ചങ്ങായി അവിടെ കുറച്ച് നേരം ഗ്ലിച്ചടിച്ച് നിന്ന്, അതുകൊണ്ട് നമുക്കിത് കിട്ടിയ ഗ്ലിച്ചെല്ലാം പോയി. അപ്പോൾ നമുക്ക് എന്തോ സ്പെഷ്യൽ പാസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡോറ് ഇങ്ങനെ തുറക്കാൻ നോക്കിയപ്പോൾ സ്പെഷ്യൽ പാസ് വേണമെന്നാണ് കാണിച്ചത് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ചാർലിയും ഇവൻ്റെ പേരെന്താന്ന് ഞാൻ ഫോട്ടോയിൽ കണ്ടേ, മൈക്ക് ഗൈസിൻ്റെ പേര്. I have a rare piece that I found out there. Surely you know what to do with it. If you bring me something pretty, I'll give it to you. ഗൈസ് ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ What's up, Jay? ഇവനക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള സാധനം കൊടുത്ത് ഇവൻ നമുക്ക് റെയർ ആയിട്ടുള്ളൊരു സാധനം തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ അതിനെ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇവൻ എന്താ പറയുന്നത്, എന്ത് ഇവൻ അയാം കിങ് എന്നെല്ലാം പറയുന്നുണ്ട്. അതൊന്നും തിന്നിട്ടില്ല. സീഡും ജബ്ബാറില്ല. ജബ്ബാറിന് വരാത്ത സമയം നോക്കി ക്രോബാർ നമുക്ക് കാണാൻ കിട്ടീനി. അത് നമുക്ക് അവിടെ കൊണ്ടിടാം ഗൈസ്. ജബ്ബാർ വരുന്നുണ്ട് ഗൈസ്. ജബ്ബാറിനെ അവൻ വെട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാം ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇതൊരു വീടാണ്. ഈ വീട്ടിനുള്ളിൽ നമുക്ക് കയറാൻ കഴിയും, വേറെ എവിടെ കയറാൻ കഴിയില്ല. ഗൈസ് ഹാങ്ങർ ഇട്ടിട്ടുണ്ട്. ഇതിനെ കൊണ്ട് എന്താ കളി, നമുക്ക് പിന്നെ മേലോട്ടും പോകണം ഗൈസ്. മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്, അതിലോട്ട് നമുക്ക് മേലോട്ടേക്ക് പോവാം ഗൈസ്. മേലെ എന്താ കളി ഗൈസ്. ഇവിടെ ഏണിയിലേക്ക് കയറാൻ ഇൻട്രാക്റ്റാണ്. ഇതുണ്ട്, വെറുതെ ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ എന്തോ ഇൻട്രാക്ട് ചെയ്യാനുണ്ട് ഗൈസ്. നമ്മ അതിൻ്റെ മേലെ തൂങ്ങിയിട്ട് വരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടി ഗൈസ്. ചാടി ഗൈസ്. പിന്നെ തുണ്ടാൻ പറയണ്ട, ഉന്തി ഗൈസ്. വീടെന്താ ചെയ്യണ്ടേ? ഗൈസ് ഇത് തുറക്കണം, അണ്ടർഗ്രൗണ്ട് ഗൈസ്. ഇവിടെ എന്താണ്, നമ്മൊരു സ്വിവറിലെത്തിയിട്ടുണ്ട് ഗൈസ്. സർക്കസിന് സ്വിവറിലെത്തിയിട്ടുണ്ട്. അതിലോട്ടൊന്നും പോകാൻ വയ്യില്ല. ഇവിടെ എന്തോ ഇൻട്രാക്ട് ചെയ്യാൻ കണ്ടില്ല ഗൈസ്. ഇവിടെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു വഴി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിയത്. ഇവിടെ തുറന്നപ്പോൾ എന്തോ ഗ്യാസും കുറ്റി സ്ക്രൂവിൽ ടൈറ്റാക്കി വെച്ചു. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ തപ്പേണ്ട വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്ക്രൂ ഡ്രൈവർ തപ്പേണ്ട വരും. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് പുറത്ത് ചെയ്യാൻ കഴിയും തോന്നുന്നു ഗൈസ്. നമ്മൾ ഏതോ ഷോപ്പിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇതിൽ ഡോറാണല്ലേ, ഞാൻ വെച്ച് വേറെന്തോ സാധനം കിട്ടിയെന്ന് വെച്ചിട്ട് ഗൈസ്. നമ്മൾ ആ ഷോപ്പിൽ പുറത്ത് ചെയ്തിട്ടുണ്ട്. ജബ്ബാർക്ക അവിടെ ഉണ്ട്. ഗൈസ് നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് നമ്മുടെ സിനിമ ഹാളാണ് ഗൈസ്. സിനിമ ഹാൾ പക്ഷേ ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്, തിയേറ്ററാണെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഈ പുറംനാട്ടിലെല്ലാം കണ്ടിട്ടില്ലേ, എന്ത് ഇങ്ങനെ പുറത്ത് വണ്ടിയിലും വെച്ച് ഒരു വല്ല ഗ്രൗണ്ടിൽ വണ്ടിയിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു വല്ല സ്ക്രീനിൽ ഇങ്ങനെ സിനിമ കാണിക്കുന്നത്, ആ സെറ്റപ്പാണ്. നിങ്ങൾ ഒരിക്കലും മറ്റേ ഇതൊന്നും പ്രതീക്ഷിച്ച് വരരുത്. എന്നുവെച്ചാൽ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത്. ഇവിടുന്ന് ജബ്ബാർ എന്തായാലും വരുന്നൊക്കെ അറിയാം. കാരണം ഇവിടുന്ന് ഓൻ്റെ എന്തെല്ലോ ഒച്ച കേട്ടി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വരുന്നൊക്കെ അറിയേന്. അങ്ങനെ പ്രഡിക്ഷൻ ഭയങ്കരമാണ് ഗൈസ്. ഇവിടുന്ന് ക്രോബാർ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ. ഇവിടെല്ലാം ഇൻട്രാക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഇവിടെല്ലാം നമുക്ക് സെർച്ച് ചെയ്യണം ഗൈസ്. എന്താ സംഭവം എന്നൊരു സെർച്ച് ചെയ്യണം. ഇറ്റ് ഈസ് എംപ്റ്റി ഗൈസ്. ഈ കാറും കൂടി ഞാൻ ഇതാക്കിയാണ് സെർച്ച് ചെയ്യുന്നത്. അവിടെ അപ്പുറത്ത് ജബ്ബാറുണ്ട്. അവിടെ ക്രോബാർ അങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. ഇത്ര നേരം അപ്പോൾ ക്രോബാറിനെ കൊണ്ടാണ് തുറന്നത്. കണക്കറിയില്ലേ, ഞാൻ നമ്മളൊക്കെ അതിനെ കൊണ്ട് തുറക്കുന്നേ ഗൈസ്. നമുക്ക് എന്തോ പെർഫ്യൂം ഇട്ടിട്ടുണ്ട് ഗൈസ്. അണക്ക് ഓർമ്മ വന്നു, മൈക്കിന് എന്തോ പ്രത്യേകമായിട്ടൊരു സാധനം കൊടുത്താൽ നമുക്ക് എന്തോ കിട്ടുമെന്ന് പറ്റില്ലേ. ആ പ്രത്യേകമുള്ള സാധനമാണ് ഇത്, ഈ പെർഫ്യൂം. അപ്പം നമുക്കിത് വാനിൽ പോയി കൊണ്ടിടാം. വാനിൽ കൊണ്ടിടുന്നില്ല, നേരെ സർക്കസിൽ പോയിട്ട് നമുക്കിത് കൊടുക്കാം. കൊടുത്തിട്ട് അപ്പം നേരെ എന്താ സാധനം തരാൻ നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഗണ്ണായിട്ട് തന്നെങ്കിലോ, ചാർലീൻ്റെ ഗെയിമുള്ള ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേഗം കൊടുക്കത്. എന്താ ചെയ്യുക, ഇവിടെ തൊട്ടിപ്പുറത്താണ്. എൻ്റെ സിമ്പിളാണ്. ഇവൻ്റെ ഗണ്ണെൻ്റെ കിട്ടീനി നല്ലേന് ജബ്ബാറിനടിക്കാൻ.
Sure. ആ എന്തെല്ലാം നടക്കുന്നുണ്ട്. ആ തന്നെ ഞാൻ തന്നെ ഗൈസ്. ആ സാധനം എന്തോ മഷ്റൂം പോലത്തെ സാധനം ഗൈസ്. എന്നിട്ട് ഞാൻ വീണ്ടും സിനിമ ഹാളിലെത്തിയിട്ടുണ്ട്. വീട് എന്തെങ്കിലും തുറക്കാനുണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെ തുറന്ന് കളിക്കുക. കുറേ സ്ഥലത്ത് തുറന്ന്, ഈ സ്ഥലത്ത് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഈ സാധനം എന്താണെന്നറിയില്ല. ആ ഗൈസ്, പുറം നാട്ടിലെല്ലാം ചില സ്ക്രൂവെല്ലാം ഇങ്ങനെ ഈരക്കൊണ്ടല്ലേ തുറക്കാൻ കഴിയുക. ഒരു വട്ടത്തിലുള്ള സ്ക്രൂവെല്ലില്ലേ, അത് വണ്ടിക്കൽ ഇതാക്കുന്നില്ല ഗൈസ്. അത് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസും കുറ്റി അവിടെ സ്ക്രൂ ചെയ്ത് വെച്ച് നിർത്തില്ല, ആ സ്ഥലത്ത് ഒരു ഇതാക്കണം ഗൈസ്. നമ്മൾ അങ്ങനെ ആടെ എത്തിയിട്ടുണ്ട്. ഗ്യാസും കുറ്റി സർക്കസിൽ എത്തിയിട്ടുണ്ട്. ഗ്യാസും കുറ്റി എടുക്കാൻ പോയാൽ ഇതിനെ കൊണ്ട് കഴിച്ചിട്ട് കണ്ട ഗ്യാസും കുറ്റി എടുക്കാൻ പോക്കണം ഗൈസ്. ഗ്യാസും കുറ്റീന് സ്ക്രൂ ഇങ്ങനെ ഇളക്കുകയാണ് ഗൈസ്. ആകെ ഇളക്കി ഇളക്കാനുള്ള ഗൈസ്. ഇവിടെ ഇതെടുത്തിട്ട് നമ്മൾ മേലെത്തിയിട്ടുണ്ട്. ഷോപ്പിൽ ആ ഡോറാര് തുറന്നിട്ടെ. ജബ്ബാർ ഇവിടെ തന്നെ ഉണ്ടായി ഗൈസ്. ജബ്ബാറിനെ കൊണ്ട് വല്ലാത്ത ശല്യം കേട്ടാ. ജബ്ബാറെ എനിക്കിത് കണ്ണിൻ്റെ കാഴ്ച കുറവുണ്ടാ. എന്നാ ഇപ്പോൾ ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്യടാ. ഞാൻ തൊട്ട് മുന്നിലുണ്ടായിട്ട് ഓന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോ കളിക്കാൻ ഗൈസ്. ഇതെടുത്ത് നേരെ നമുക്ക് വാനിൽ പോയി കൊണ്ടിടാം. ഇതെല്ലാം എന്താ ചെയ്യേണ്ടത് യാതൊരു ഐഡിയ ഇല്ല നമുക്ക്. അടുത്തത് എടുത്തേക്കാണ് പോകണ്ടേ. അടുത്തത് ഇവിടെ ഒരു പരിപാടി ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിനി നേരെ നമ്മൾ സെമിത്തേരിയില്ലേ ഇനി പോവാത്ത സെമിത്തേരിയിലും കൂടി പോവാം ഗൈസ്. എന്തായാലും ലോഡിങ് സമയം ഗൈസ്. വീണ്ടും ഒരു കട്ട് സീനുണ്ട്. ഏപ്രിൽ 1954. വൈ ആർ ക്രൈങ് വൈ, എന്താണ് സംഭവിച്ചത്? അനക്കും തീരുന്നു. The case is, I see They're so city small. So helpless. Something I forget that I was like that. Yes, you have to remember. Listen to the beating all this dirty. എന്താണ് ഹൃദയം തീയിലും കൊണ്ടിട്ട് ഹൃദയം കെട്ടായിട്ട് തീ കൊണ്ടിട്ട് ഇടിക്കുന്നുണ്ട്. തീയിലിട്ടിട്ട് ഭയങ്കരല്ല. ഇവൻ ഐസ്ക്രീം കടക്കാൻ ചിരിക്കും നോക്കിയേ. ഇവൻ എന്തെല്ലോ പറഞ്ഞു തിരിയില്ല. ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ആ സാധനം ഇളകി പോയിട്ട് ഇളകിപ്പോയി. മൈ ഫാദർ ഫോർ ഹെൽപ്പ്. ഈ ചെക്കൻ ഏതാണെന്നോ? ചെക്കൻ നേരത്തെയും വേണ്ടി ഇത് നമുക്കറിയാം. നമ്മളെ ജബ്ബാറാണ്. വീണ്ടും ഹൃദയത്തെ കാണിക്കുന്നു. അതിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ലാസ്റ്റ് കത്തി നശിച്ചു പോയി ഗൈസ്. വെറുതെ തീരിടാനായിരിക്കും പറഞ്ഞ. ചെക്കൻ എന്താടേ നാടി മുന്തിച്ചിരിക്കുന്നു. ചെക്കനെ കാണാൻ നമുക്ക് ചിരി വരുന്നു ഗൈസ്. ഗൈസ് സെമിത്തേരിയിൽ നമ്മൾ അങ്ങനെ ഫൈനലെത്തിയിട്ടുണ്ട്. സെമിത്തേരി പോയിട്ട് നമുക്ക് എന്തെല്ലാം എടുക്കണ്ടേ, എന്തെല്ലാം ചെയ്യണ്ടേ? നമുക്ക് ഈ ക്യാൻഡിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ക്യാൻഡിൽ ചിലപ്പോൾ ആരെങ്കിലും മുന്നിൽ കത്തിക്കാനേക്കും ഗൈസ്. ഈ മരിച്ചാളെ മുന്നിലും കത്തിക്കുന്ന ക്യാൻഡിലല്ലേ, അതിനേക്കും ഗൈസ്. ഇവിടെ എന്തോ ഇൻട്രാക്ട് ചെയ്യാണ്ട് ഗൈസ്. അത് ഐസ്ക്രീം കടക്കാരൻ്റെ തന്നെ മുകളിലതല്ലേ മറ്റേ ശവക്കല്ലറ. ചിലപ്പോൾ അത് ഐസ്ക്രീം കടക്കാരൻ്റെ അച്ഛൻ്റെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഐസ്ക്രീം കടക്കാരൻ അച്ഛന് മറ്റേ റോഡിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വെച്ചാൽ ഇപ്പോഴത്തെ അവിടെ ജബ്ബാറില്ലേ, ജബ്ബാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ കട്ട് സീനിൽ കണ്ടേ. ഞാൻ ഇത്ര നേരം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ഗൈസ്. ഒന്നും മനസ്സിലാക്കാണ്ട് പോയി ഗൈസ്. നമ്മൾ വെട്ടിക്കേന്ന് നമ്മൾ വെട്ടിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ശല്യം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോയിട്ട് വാനിപ്പൂരി ഓനെ അങ്ങോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതെന്താ സാധനം? ഫിഷ് കീയാ? ഗൈസ്, ഞാൻ ഒരു വീട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ തുറക്കാൻ ഫിഷ് കീ വേണമെന്ന് പറഞ്ഞ് അത് ആ സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നായി. ഞാൻ മറ്റേ രണ്ടാമത് ഗ്യാസ് കുറ്റി തുറക്കാൻ പോയിട്ടില്ലേ,
അപ്പോൾ ഞാൻ ആ പോയി തുറക്കാൻ നോക്കുമ്പോൾ അവിടെ പിശുകി പോകണമെന്ന് പറഞ്ഞു. ഗ്യാസും കുറ്റി ഗൈസ് ഇവിടെ എന്താ ഇൻട്രാക്ട് ചെയ്യാൻ ഗൈസ് ഗ്യാസും കുറ്റിയമ്മ അവിടെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം ഒന്നും അറിയില്ല. 3 സാധനം അങ്ങനത്തെ വെക്കണം ഗൈസ്. 3 സാധനം ഗൈസ്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഒളിച്ച് നീ എന്തോ ജബ്ബാറിൻ്റെ വരുന്ന പോലത്തെ ഒച്ച കിട്ടിയിട്ട് ഗൈസ്. ഇവിടെ ഒന്നും ആരുമില്ല. അവിടെ എന്താ ഗൈസ് വേറൊരു സാധനം. തീപ്പെട്ടി ഇടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ വെറുതെ ഇവിടെ ഇൻട്രാക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സാധനമായി. 3ാമത്തെ സാധനം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നേരെ സർക്കസിൽ പോവാം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു അമ്മച്ചീൻ്റെ വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ട് എന്താ കിട്ടാൻ നോക്കാം. ചാവി ഇട്ട് തുറന്നാൽ ചിലപ്പോൾ വലിയ എന്തോ ഇമ്പോർട്ടൻ്റ് സാധനം കിട്ടും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്നു ഗൈസ്. അകാന്ന് പിന്നെ അത് ഗെയിമിൻ്റെ പിരാന്തകാണ്. ആഡ് കുറേ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്നു. എല്ലാവരും ക്ഷമിക്കണം. ഇങ്ങനെ ആഡലും വരുന്നില്ല. ഇടയ്ക്ക് ആഡലും വരും. ക്ഷമിക്കണം എല്ലാവരും ഗൈസ്. കണ്ട ഗൈസിനെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ക്യാറ്റ് ഫുഡ് നമുക്കെന്തെങ്കിലും ക്യാറ്റ് ഫുഡ് ഗൈസ്. ഇപ്പോൾ ജബ്ബാറിൻ്റെ വൈപ്പ് ചെല്ലണ്ടേന്ന് നമ്മൾ ആരെ ഫ്രിഡ്ജിൽ കൂട്ടിയിടും. കുറച്ച് കാണാൻ ഗൈസ്. ജബ്ബാർ അങ്ങോട്ട് പോകുന്നുണ്ട്. വച്ചില്ലാതൊക്കെ നേരെ വാനിൽ കയറിയിട്ട് പോവാം. ഫുഡെല്ലാം ഞാൻ വാനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ കുറച്ച് ഇങ്ങോട്ട് നിന്നതാ. സെമിത്തേരി സെർച്ച് ചെയ്യണം കുറച്ച് ഗൈസ്. ചിലപ്പോൾ സെമിത്തേരിയിലേക്ക് ഗൈസ് ഈ അമ്മച്ചീൻ്റെ വീടേക്ക് പോകും. അമ്മച്ചീൻ്റെ വീട്ടിൻ്റെ വീടേക്ക് കാറ്റ് ഫുഡ് ഉണ്ട് ഗൈസ്. അപ്പുറത്തന്നെ ഐസ്ക്രീം കടക്കാരനുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ട്. പൂച്ചൻ്റെ മേത്ത് ഇൻട്രാക്ട് ചെയ്യാൻ കണ്ടിട്ട് ഞാൻ പൂച്ചനെ പിടിച്ചിട്ട് നിൽക്കുന്നു ഗൈസ്. ഇവിടെ എന്താണ് ഐസ്ക്രീം കടക്കാരൻ പോകുന്നുണ്ട്. ഗൈസ് കാണല്ല പൂട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പൂട് ഗൈസ്. നമുക്ക് നേരെ ഇനി സിനിമ ഹാളിൽ പോവാം. അവിടെ ഒരു വീടുണ്ടായില്ലേ നമ്മൾ ഐസ്ക്രീം കടക്കാരെ അവിടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നേ. ആടെ എന്തോ കളിയുണ്ട് ഗൈസ്. ആദ്യം നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കാം. ആ ഡോറിൻ്റെ ഉള്ളിൽ തന്നെ ഗൈസ് ഐസ്ക്രീം കടക്കാരനുണ്ടാവും. ഉള്ളിൽ തന്നെ ഐസ്ക്രീം കടക്കാരൻ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഗൈസ്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഐസ്ക്രീം ഗൈസ്. ഐസ്ക്രീം കടക്കാരെല്ലാം അങ്ങനെ വരുന്നത് എന്താണ് ഗൈസ് ഞാൻ കളിക്കുന്നത്. ഐസ്ക്രീം കടക്കാർ ഇങ്ങനെ വരുന്നത് ഗൈസ്. ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നേരത്തെ 2 ലൈഫല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എന്താ 3 ലൈഫ് ഗൈസ്. ഗെയിം ഫുൾ ആ സമയത്ത് ഗ്ലിച്ച് അടിച്ച് ഗെയിം ഫുൾ ക്രാഷ് ആയിട്ട് ഞാൻ റീസ്റ്റാർട്ട് അടിച്ച് കളിക്കുന്നത് ബാക്കി ഗെയിം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തൊന്നും കാണിക്കാത്തേ. വെറുതെ നിങ്ങളെന്തിനാ ബോറടിപ്പിക്കുന്നത് ഗൈസ്. നമുക്ക് അവിടെ ഒരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. ആ പൂച്ചനെ കൊണ്ടുവച്ചിട്ട് ഈ പൂച്ചനെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഈ ഞാൻ റീസ്റ്റാർട്ട് അടിച്ചതാണ്. നേരത്തെ ആകുമ്പോൾ മൈക്കിൻ്റെ അടുത്തൊരു സാധനം കൊണ്ട് കൊടുത്തിട്ടില്ല. ആദ്യം ഗെയിം ഫുൾ സ്റ്റക്കായി. പിന്നെ അനങ്ങുന്നില്ല. പിന്നെ റീസ്റ്റാർട്ട് അടിച്ച് കളിക്കുന്നത്. പിന്നെ ഗൈസ് ആടെന്തും ഇൻട്രാക്ട് ചെയ്യാണ്ടല്ല. നേരെ സെമിത്തേരി പോവാം. ഇതേക്ക് ഗൈസ് 3ാമത്തെ സാധനം മറ്റേ അവിടെ വെക്കുന്ന സ്ഥിതിയില്ലേ ഇതേക്ക് 3ാമത്തെ സാധനം ഗൈസ്. നമ്മൾ ടൈം ബോംബാണ് ഒന്ന് ആക്കുന്നത് ഗൈസ്. പൊട്ടിത്തെറിക്കാനുള്ള ഗ്യാസും കുറ്റി, കത്തിക്കേണ്ട തീപ്പെട്ടി. ഇത് സമയം വെക്കുന്നേക്കോ ഇത്ര സമയമായി പൊട്ടിത്തെറിക്കണോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഗൈസ്. ഇപ്പം ഒരു ജബ്ബാറിൻ്റെ മുന്നിൽ പെടണ്ടേ. വിട്ടെ ജബ്ബാർ ഗൈസ്. ഈ കണയോട് ഇൻട്രാക്ട് ചെയ്യാണ്ട് ഗൈസ്. അത് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കും. പോയിട്ട് നമുക്ക് മൈക്ക് എന്ന സാധനം വെറുതെ കഴിയുമ്പോൾ പിടിക്കാം. ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് സാധനമായിരിക്കും. മഷ്റൂം കൊടുത്ത സാധനം പിന്നെ അകേ ഉപയോഗിക്കാണ്ടുള്ളൂ. എല്ലാം ഉപയോഗിക്കണമല്ല. ഇത് നമുക്ക് വെറുതെ കഴിയുമ്പോൾ പിടിക്കാം ഗൈസ്.
മറ്റേ ഇവരെ ജബ്ബാർ ഇപ്പം ആ ഒച്ച കിട്ടി വന്നിട്ടുണ്ടാവുമോ? ഇല്ല ഗൈസ്, വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഒച്ചയൊന്നും കേൾക്കുന്നില്ല ഗൈസ്, വന്നിട്ടില്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ ഉള്ളിലൊന്നും ഇല്ലാണ്ടിരിക്കണേ അമ്മി. അല്ല, ഇവിടെ ഉള്ളിലൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഇൻട്രാക്ട് ചെയ്യാണ്ട് ഗൈസ്. ഇത് മറ്റേ അതിൻ്റെ പിടിയാണ് കേട്ടാ, ഷെൽഫിൻ്റെ. ഇവിടെ നമുക്ക് കേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി ആ പെണ്ണിനെ രക്ഷപ്പെടുത്തേണ്ട കേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. റോഡ് അങ്ങോട്ട് പോകുന്ന പോലെ ഞാൻ കണ്ടിനി ഗൈസ്. ഞാൻ റോഡ് അങ്ങോട്ട് പോകുന്ന പോലെ കണ്ടു ഗൈസ്. ആ റോഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് മുന്നോട്ടടിച്ചാൽ കാണാം. റോഡ് അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഫൈനലി നൈബർഹുഡിലേക്ക് പോയത്. ഭയങ്കര പെണ്ണ് തുള്ളുന്നില്ല. പെണ്ണിന്റെ കാലുള്ളിൽ നമ്മളുടെ ഉള്ളി ഗൈസ്. ഓടുന്ന വണ്ടിയിൽ നിന്ന് തുള്ളാൻ കഴിയില്ല നിർത്തി. പെണ്ണ് തുള്ളിയിട്ടില്ല ഗൈസ്. ഓടുന്ന വണ്ടി ഞങ്ങൾക്ക് തുള്ളാൻ പേടിയാ നിർത്തി ഗൈസ്. ഇത് മൈക്കല്ലേ? മൈക്ക് ഇടിച്ച് എല്ലാവരും നോക്കുമ്പോ ചാറിന്റെ അടുത്ത് പറയുന്നത് എന്റെ സിസ്റ്ററിനെ അത് ഓള് കൊണ്ടുപോകുന്നു. ഗെയിം ഭയങ്കര ഇത് ഷട്ടറിങ്. വെയിറ്റ് വരുന്നതിന്റെ മൈക്ക് ആ ഡോറ് തുറക്കാൻ പോകുന്നുണ്ട്. അപ്പൊക്ക് ഐസ്ക്രീം കടക്കാരെ വണ്ടി കിട്ടി ഗൈസ്. സ്പ്രേ വിളിച്ചത് കൊടുത്തേ ഗൈസ്. എനിക്ക് ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലവ് ലെറ്റർ എഴുതിയിട്ട് സ്പ്രേയിങ്ങനെ കെട്ടിയിട്ട് ഓക്ക് കൊടുക്കാൻ വെച്ചതാണ്. പക്ഷേ അതിപ്പോൾ സിവറിൽ പോയി. സ്റ്റോറി കംപ്ലീറ്റഡ് ഗൈസ്. അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.